പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി പഴം കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 3 പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായി പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടി ഞാൻ തൊലിയൊക്കെ നല്ല അടിപൊളിയാക്കി മുകൾ ഭാഗം താഴെ ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇഡ്ഡലി പാത്രത്തിലാണ് ഞാനിന്ന് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു രീതിയിൽ പുഴുങ്ങിയപ്പോൾ അത്ര ഒരു എഫക്റ്റീവായി തോന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആവിക്ക് വേവിച്ചെടുക്കുന്ന രീതിയിൽ ആവിക്ക് വെക്കാം കേട്ടോ. ഇത് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുമ്പോൾ ഇതൊരു വഴുവഴുപ്പ് രീതിയിലാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞാനെല്ലാം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നെടുകെ കീറി കൊടുക്കണം. പക്ഷേ അടിഭാഗം മൊത്തത്തിൽ കീറരുത്, ഒരു സൈഡ് മാത്രം ഒന്ന് കീറി കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് നെടുകെ പിളർത്തി വെച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങയും പഞ്ചസാരയും കൂടെയാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3 പഴത്തിൽ ഞാനത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യാണ് ഇഷ്ടമെങ്കിൽ നെയ്യ് ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു ഫോൾട്ട് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അധികം പഴുത്തിട്ടില്ല. നന്നായിട്ട് പഴുത്ത ഒരു കറുത്ത തൊലി വരില്ലേ, ആ സമയത്ത് എടുക്കുന്ന പഴമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഫില്ല് ചെയ്ത സമയത്ത് ഇങ്ങനെ ഒന്ന് മൂടി കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മൂടി കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഫുള്ളായിട്ട് കവർ ചെയ്ത് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഒരുവിധം നന്നായിട്ട് എനിക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ മധുരം വേണം തോന്നിയായിരുന്നു. അതുകൊണ്ട് ഞാനതിലേക്ക് കുറച്ചുകൂടെ നല്ല തേൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നല്ല നാടൻ തേനാണ്. മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയായിരിക്കും. വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേനാണ്. വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ തേനും കൂടെ ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും താങ്ക് യു.